ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മുമ്പ് കുറ്റം ചെയ്തിട്ടുള്ള ആളല്ലെന്നും അദ്ദേഹത്തിന് സമൂഹത്തിന് ഭീഷണിയില്ലെന്നും സുപ്രീംകോടതി. മദ്യനയ അഴിമതി കേസിൽ നേരത്തെ ജാമ്യം ലഭിച്ച AAP നേതാവ് സഞ്ജയ് സിംഗിനുള്ള ജാമ്യവ്യവസ്ഥകൾ തന്നെയാകും കെജ്രിവാളിനുമെന്ന് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങിയ ബെഞ്ച് ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് വ്യക്തമാക്കി. അഴിമതിക്കെതിരായ പോരാളിയായി രാഷ്ട്രീയത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാൾ മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കിടന്നത് രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കിയിരുന്നു. ഇടക്കാല ജാമ്യം നേടി കെജ്രിവാൾ തിഹാർ ജയിലിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ അത് ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്ക് സമാനതകളില്ലാത്ത ആവേശമാണ് നൽകുന്നത്. കെജ്രിവാളിന്റെ പോരാട്ടം കോൺഗ്രസും ഇടതുപക്ഷവും സമാജ്വാദി പാർട്ടിയും അടക്കമുള്ള പ്രതിപക്ഷ സഖ്യം ഇന്ത്യക്കും സമാനതകളില്ലാത്ത രാഷ്ട്രീയ ആയുധമാണ് നൽകുന്നത്. മോദി സർക്കാരിന്റെയും BJPയുടെയും ഗൂഢാലോചനയാണ് മദ്യനയ അഴിമതി കേസെന്ന ആരോപണമാണ് ആം ആദ്മി പാർട്ടിയുടേത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കണക്കിലെടുത്ത് സുപ്രീംകോടതി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കുമ്പോൾ അത് പ്രതിപക്ഷ സഖ്യം ഇന്ത്യക്ക് രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. കെജ്രിവാൾ പ്രതിപക്ഷ പോരാട്ടത്തിന്റെ കുന്തമുനയായി മാറുമ്പോൾ അത് BJPക്ക് വലിയ വെല്ലുവിളി തന്നെയാകും. ഡൽഹിക്കും പഞ്ചാബിനും ഹരിയാനയ്ക്കും പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങളിലൊക്കെ കെജ്രിവാളിനെ ഉയർത്തിക്കാട്ടിയാകും പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ പ്രചാരണം. ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്ന കെജ്രിവാൾ ഉയർത്തുന്ന രാഷ്ട്രീയ വെല്ലുവിളി BJPയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.